ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത് ഒരു 2 കാര്യം സംസാരിക്കാൻ മാത്രമാണ്. തട്ടി മാറ്റി പോകരുത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഉമ്മാൻ്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്വർഗത്തിൻ്റെ താക്കോല് നമ്മുടെ ബാപ്പ അല്ലേ? ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ചില മക്കൾ ഏതൊരു കാര്യം ഷെയർ ചെയ്യുന്നത് ആരോടെന്നറിയോ? ഉമ്മാനോടാണ്. ബാപ്പാനോടല്ല, ഉമ്മാനോട്. നല്ല കാര്യം തന്നെ. ഓക്കെ, ആ ബാപ്പ ചിലപ്പോൾ ഭയങ്കര ഗൗരവക്കാരനായിരിക്കും, പക്ഷെ ബാപ്പാനോട് ഷെയർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാപ്പ ഗൗരവക്കാരനല്ലേ. നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ബാപ്പ നമ്മളെ ചീത്ത പറഞ്ഞെങ്കിലോ ചില അടിച്ചെങ്കിലോ എന്നൊരു പേടി കൊണ്ടായിരിക്കാം. പക്ഷെ സത്യത്തിലുമില്ലേ, ബാപ്പാക്ക് മക്കളോട് ഒരുപാട് സ്നേഹമാണ്. ബാപ്പ ജീവിക്കുന്നത് തന്നെ ആർക്കും വേണ്ടിയിട്ടെന്നറിയോ? മക്കൾക്കും വേണ്ടിയിട്ടാണ്. എത്രയോ ബാപ്പമാർ പ്രവാസികളെ നമ്മൾ കാണാനുണ്ട്. ശരിക്കും ഭക്ഷണം കഴിക്കാണ്ട് വരെ പകലില്ല എന്നറിഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് ബാപ്പാമാരെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എത്രത്തോളം സ്നേഹമായിരിക്കും മക്കളോടെന്നറിയോ? പക്ഷെ മക്കൾക്ക് കാണുമ്പോൾ എന്താ, ഈ ബാപ്പ ഭയങ്കര ഗൗരവക്കാരന് അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഏതൊരു കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യണം വാപ്പാനോട്. വാപ്പാനെ നല്ലോണം സ്നേഹിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയും കാട്ടിയും നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് വാപ്പാനെ കൊണ്ടുവരാം. സ്നേഹിച്ചെങ്ങുണ്ടല്ലോ വാപ്പ, ഹൃദയം പറിച്ചു തരുന്ന സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നില്ലേ? അത് മാത്രമല്ല, അതിനാൻ കാട്ടി അപ്പുറമാണ് വാപ്പ. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലാണ്ട് ഉമ്മമാരുണ്ടെങ്കിൽ, നിങ്ങൾ മക്കളെ പഠിപ്പിച്ച് കൊടുക്കണം എന്നല്ല. ബാപ്പാനെ നീ നല്ലോണം സ്നേഹിക്കണം. നിൻ്റെ ചില കാര്യങ്ങളെല്ലാം ബാപ്പാനോട് ഷെയർ ചെയ്യണം, പങ്കുവെക്കണം. അപ്പോൾ ബാപ്പ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അടുത്തൊരു സുഹൃത്തിനാണെങ്കിൽ സുഹൃത്ത് അങ്ങനെ ഒരു ചങ്കായിട്ട് മാറും ബാപ്പ. അത്രയ്ക്കും ചില ആളുകൾ, ചില മക്കൾ എന്തുകൊണ്ട് ബാപ്പാനോട് പറയുന്നില്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ? കാരണം വെച്ചാൽ ബാപ്പ ഗൗരവക്കാരനായിരിക്കും. ക്യാഷ് ചോദിച്ചെങ്കിൽ പൈസ തരില്ല. എന്തുകൊണ്ടാണ് ബാപ്പ ഈ പൈസ തരാത്തത് നിങ്ങൾക്കറിയോ? എൻ്റെ മകൻ ഞാൻ ക്യാഷ് കൊടുത്തെങ്കിൽ അവൻ വേറൊരു രീതിയിൽ പോകാൻ പാടില്ല, അനാവശ്യത്തിലേക്ക് കിടക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ക്യാഷ് ഉണ്ടെങ്കിലേ നമുക്കൊരുപാട് സുഹൃത്തുക്കളുണ്ടാവും. സുഹൃത്തുക്കളെന്ന് വെച്ചാൽ നമുക്കൊരു 3 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 3ഉം ഒരുപോലെ ആവണമെന്നില്ല. പോട്ടെ, 2 സുഹൃത്തുക്കളാണെങ്കിലും 2 സുഹൃത്തുക്കളുണ്ടെങ്കിലും 2ഉം ഒരുപോലെ ആകണമെന്നില്ല. ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിരിക്കാം, മറ്റേ സുഹൃത്ത് ചിലപ്പോൾ വേണ്ടാത്ത ചില സ്വഭാവങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ഓർത്തിട്ടായിരിക്കും ബാപ്പ നീ ചോദിക്കുന്ന ക്യാഷ് ഓൾറെഡി അവൻ ബാപ്പ തരാത്തത്. അതുകൊണ്ടായിരിക്കാം. സുഹൃത്തുക്കളെ വലയിൽ പെടുന്നത് എങ്ങനെയെന്നറിയോ? ഒരുപാട് നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്നില്ലേ? സുഹൃത്ത് കൊണ്ടുപോയിട്ട് ചതിച്ച്, എന്തിനു പറയുന്നത്, വേണ്ടാത്ത ലഹരികളിൽ അടിച്ചിട്ട് ഉമ്മാനെ കൊന്ന്, അമ്മനെ കൊന്ന്, അച്ഛനെ കൊന്ന്, ഒരുപാട് ന്യൂസുകളെല്ലാം നമ്മൾ കേൾക്കുന്നില്ലേ? ഇതെല്ലാം പ്രവാസ ലോകത്തുനിന്ന് ബാപ്പ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ വളർത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ന്യൂസുകളെല്ലാം കേൾക്കുമ്പോൾ ഇല്ലേ, ബാപ്പാക്ക് മനസ്സിലാകുന്നുണ്ടാവും. എന്നിരുന്നാലും ആ ബാപ്പാൻ്റെ മനസ്സിലും എന്നും മോനോട് സ്നേഹമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ പങ്കുവെക്ക്. നിങ്ങളെ ബാപ്പാനോട് നിങ്ങൾ ഷെയർ ചെയ്യ്. ആ ബാപ്പാനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ
നല്ല ഇതിലായിട്ട് കൊണ്ടുവരാം, നിങ്ങളെ ചങ്കായിട്ട് കൊണ്ടുവരാം, നിങ്ങളടുത്ത ഫ്രണ്ടായിട്ട് കൊണ്ടുവരാം, നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യുന്ന നല്ലൊരു ബാപ്പായിട്ട് കൊണ്ടുവരാം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ആ ബാപ്പാൻ്റെ മനസ്സിൽ എത്രത്തോളം സ്നേഹം ഉണ്ടാകും. സ്നേഹം ഓൾറെഡി ഉണ്ടാവും. പക്ഷെ ആ ബാപ്പാൻ്റെ ഈ ജോലി ചെയ്യുന്നത് കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നിടയിൽ നിന്നും മനസ്സിലേക്ക് എന്നും ഉണ്ടാവും, ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുള്ളത് എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ്. ആ മക്കൾ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്ത് നഷ്ടമുള്ളത്. മക്കളും ഭാര്യയും മറ്റും സ്നേഹിക്കുമ്പോൾ ഇല്ലേ ജോലിൻ്റെ ഭാരം അറിയൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കൂടിയിട്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നുള്ളത് നിങ്ങളുടെ അടുത്ത് എന്തെന്നറിയാം. ഒരു സ്ഥാപനത്തിൽ രണ്ടാൾ ജോലി ചെയ്യുന്നുണ്ട്, രണ്ട് മലയാളികളാണ്. അതിൽ ഒരാൾ നല്ല ആത്മാർത്ഥത്തോടു കൂടി ജോലി ചെയ്യുന്നു, ഒരാൾ മുതലാളി കാണാനും വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നൊരു വ്യക്തി. നിങ്ങൾ നോക്കണം, ഈ ആത്മാർത്ഥതയോടു കൂടി ജോലി ചെയ്യുന്ന അവൻ്റെ ആ ജോലിൻ്റെ എല്ലാ ക്രെഡിറ്റും തട്ടിയെടുക്കുന്നത് ആർക്കെന്നറിയോ? ഈ മുതലാളി കാണാനും വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആ സുഹൃത്താണ്. ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും ഇങ്ങനെയുള്ളവരുണ്ടാവുമല്ലേ. പക്ഷെ അത് എന്താ അതിൽ കാര്യം? നിങ്ങൾ എത്രത്തോളം ഒരു മുതലാളിൻ്റെ അടുത്ത് എത്രത്തോളം ഇങ്ങനെ കാടിച്ച് നിങ്ങൾക്ക് ഇന്ന് വിജയിക്കാമായിരിക്കും, പക്ഷെ നാളെ നിങ്ങളത് വിജയിക്കില്ലട്ടാ. പടച്ചോൻ എന്നൊരു കോടതിയിൽ നിങ്ങളതിൻ്റെ സത്യം പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ചിന്തിക്കും അവിടെ, പക്ഷെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ ഇങ്ങനെയൊന്നും. അവിടെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതൊരാളെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളത്. ഒരു സ്ത്രീൻ്റെ ഒരു അനുഭവം. ആ സ്ത്രീ അത് ആത്മാർത്ഥതയോട് കൂടി ജോലി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ജോലി ഭാരെല്ലാം ഈ മൂപ്പരെന്താക്കുന്നത്, മുതലാളി വരുമ്പോൾ മുതലാളിനെ കാണാനും വേണ്ടിയിട്ട് എനിക്കും പിടിക്കാനെല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ ചെയ്ത ഫയലും കംപ്ലീറ്റും മറ്റവൻ ചെയ്തത് ഈ ക്രെഡിറ്റെല്ലാം ഇയാൾ തട്ടിയെടുക്കുന്നുണ്ട്. മുതലാളിക്ക് കാണുമ്പോൾ ആര് ചെയ്തത്? ഇവൻ ചെയ്തതാണ്. ആത്മാർത്ഥതയോട് ജോലി ചെയ്തിരുന്നതിനാര്? മറ്റവൻ. ഇങ്ങനെ ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ചില ആളുകൾ മുമ്പ് പറയുന്ന കേൾക്കലുണ്ട്, മലയാളികൾക്ക് മലയാളി തന്നെ ഭാരയെന്ന്. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പണ്ടത്തെ അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോന്നു അല്ലേ. അതിലെന്ത് കാര്യം? എത്രത്തോളം നമ്മളങ്ങനെ ഇത് ചെയ്തെങ്കിലില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടവരുണ്ടെങ്കിലുണ്ടല്ലോ, അതവിടെ അവസാനിപ്പിച്ച് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ആത്മാർത്ഥത്തോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ ആ പൈസ നമ്മൾ മക്കൾ കഴിക്കുന്നതിൽ ബർക്കത്തുണ്ടാവും. അല്ലെങ്കിൽ ബർക്കത്തുണ്ടാവില്ല. ഇപ്പം കാണാൻ നല്ല ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരു ബലൂണ് നമ്മൾ ഊതി വീർപ്പിച്ചിട്ട് അത് എത്രത്തോളം പൊങ്ങും? ബലൂണ് ഊതി വീർപ്പിച്ചാൽ എത്രത്തോളം പൊങ്ങും? ആ പൊങ്ങിയിട്ടില്ല. പെട്ടെന്ന് എന്തൊരു കാറ്റ് വന്നെങ്കിൽ പൊട്ടിയിട്ട് ടക്ക് എന്നറിയിട്ട് താഴെ പോകും അല്ലേ. അങ്ങനെയല്ല സംഭവിക്കുന്നുള്ളത്. അപ്പോൾ അതേമാതിരിയാവും. അപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിർത്തിയിട്ട് ആത്മാർത്ഥതയോട് കൂടി ജോലി ചെയ്യുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റഹ്മത്തും കഴിഞ്ഞിട്ട് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കാം.